ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമം എന്ന് തോന്നാവുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് SCRT കുറച്ച് ക്വസ്റ്റ്യൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിനകത്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ വിഷമം എന്ന് തോന്നുന്ന ആ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വരൂ, നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എ വീൽ ആൻഡ് ആക്സൽ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് എ ലോഡ് ഓഫ് 500 kg. If the radius of the wheel is 0.8 meter and the radius of the axle is 0.2 meter, what is the force required to lift the load? ഈ ലോഡ് ലിഫ്റ്റ് ചെയ്യാൻ എത്ര ഫോഴ്സ് കൊടുക്കണം എന്ന് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താ തന്നിരിക്കുന്നു? ഇവിടെ ലോഡ് തന്നു. ലോഡ് എത്രയാ? ലോഡ് എന്ന് പറയുന്നത് 500 കിലോഗ്രാം ആണ്. സോ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി. ലോഡ് ഈസ് ഈക്വൽ ടു 500 കിലോഗ്രാം. 500 കിലോഗ്രാം ആണ് ഇവിടെയുള്ള ലോഡ് എന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? യെസ്, തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞു വീലിന്റെ റേഡിയസ് തന്നു. വീലിന്റെ റേഡിയസ് എത്രയാ? വീലിന്റെ റേഡിയസ് ഓഫ് വീൽ എന്ന് പറയുന്നത് 0.8 മീറ്റർ ആണ്. റേഡിയസ് ഓഫ് വീലിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ R കിട്ടി, 0.8 മീറ്റർ ആണ്. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ആക്സിൽ കിട്ടി. എത്രയാ റേഡിയസ് ഓഫ് ആക്സിൽ? റേഡിയസ് ഓഫ് ആക്സിൽ നമ്മുടെ കയ്യിലുണ്ട്. റേഡിയസ് ഓഫ് ആക്സിൽ എന്ന് പറയുന്നത് 0.2 മീറ്റർ ആണ്. സോ സ്മോൾ r ആണ് നമ്മൾ റേഡിയസ് ഓഫ് ആക്സിലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സ്മോൾ r ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ ആണ് എന്നും കിട്ടി. കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താ? കണ്ടുപിടിക്കാൻ പറയുന്നത് ഫൈൻഡ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ ലോഡ്. ഈ ഭാരം ഉയർത്താൻ വേണ്ടി നിങ്ങൾ എത്ര ബലം കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്, വളരെ എളുപ്പമാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് വീൽ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ആക്സിൽ ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് ഓഫ് വീൽ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ആക്സിൽ. റേഡിയസ് ഓഫ് വീലിനെ ക്യാപിറ്റൽ R എന്ന് റെപ്രസെന്റ് ചെയ്തു. റേഡിയസ് ഓഫ് ആക്സിലിനെ സ്മോൾ r എന്ന് റെപ്രസെന്റ് ചെയ്തു. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 0.8 ആണ്. സ്മോൾ r എന്ന് പറയുന്നത് 0.2 ആണ്. സോ നമുക്ക് ഇവിടെ നിന്ന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടി. 0.8 ഡിവൈഡഡ് ബൈ 0.2 ദാറ്റ് ഈസ് 8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 4 ആണ് എന്ന് മനസ്സിലായി. ഇനി കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്മൾ എത്ര ഫോഴ്സ് കൊടുക്കണമെന്നാ. നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സിനെ എഫേർട്ട് എന്നാണ് വിളിക്കുന്നത്. സോ കണ്ടുപിടിക്കണം എഫേർട്ട്. നോക്കണേ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട് ആണ്. എന്താ? ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട് ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് പറയാം എഫേർട്ട് ഈസ് ഈക്വൽ ടു, എഫേർട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എഫേർട്ട് ഈസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എടുത്താൽ മതി. ലോഡ് തന്നിട്ടുണ്ട്, ലോഡ് 500 ആണ്. സോ 500 ഡിവൈഡഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിച്ചു, 4 ആണ്. 500 ഡിവൈഡഡ് ബൈ 4 ആണ് എന്ന് കിട്ടി. സോ നമുക്ക് ഇവിടെ എഫേർട്ട് കിട്ടി. എന്താ? എഫേർട്ട് നമുക്ക് കിട്ടി. എന്താ എഫേർട്ട്? എഫേർട്ട് എന്ന് പറയുന്നത് 500 ഡിവൈഡഡ് ബൈ 4 ആണ്. ദാറ്റ് ഈസ് 250 പകുതി 125 കിലോഗ്രാം ആണെന്ന് കിട്ടി. 125 കിലോഗ്രാം. ചോദിച്ചത് എന്താ? ചോദിച്ചത് ഫോഴ്സ് ആണ് ചോദിച്ചത്. സോ നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ഈ മാസിനെ ഇതിലേക്ക് മാറ്റണം, ഫോഴ്സിലേക്ക് മാറ്റണം. സോ എന്താണ് ചെയ്യുക? നമുക്കറിയാം ഫോഴ്സ് F is equal to mass into acceleration due to gravity ആണ്. M into G ആണ്. മാസ് എന്ന് പറയുന്നത് 125 ആണ്. 125 into 9.8 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് കിട്ടും. സോ 125 into 9.8. 8 5s are 40, 8 2s are 60, 20, 8 1s are 0, 1000, 9 5s are 45, 9 2s are 18, 22, 9 11. എത്ര കിട്ടും? 0 5 2 2 2 2 2 1 2 2 5 എന്ന് കിട്ടും. സോ 1225 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോഴാണ് 500 കിലോഗ്രാം മാസ് ഉള്ള ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. സോ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാ? 1225 ന്യൂട്ടൺ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. അടുത്ത ചോദ്യം: A force of 100 Newton is required to push a load up an inclined plane of length 5 meter and a height 3 meter. അപ്പോൾ ലെങ്ത് കിട്ടി. ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ലെങ്ത് കിട്ടി. ഒറ്റയടിക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് നോട്ട് ചെയ്യുക. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ അങ്ങനെയങ്ങ് എടുത്തെഴുതാം. നോക്കണേ, ലെങ്ത് തന്നു. ലെങ്ത് എത്രയാ? ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഇനി ഹൈറ്റ് തന്നിട്ടുണ്ടോ? യെസ്, ഹൈറ്റ് തന്നു, 3 മീറ്റർ ആണ്. എന്നിട്ട് നമ്മളോട് പറയാണ് ഫൈൻഡ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. സോ ഒരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആരുടെ കേസിലാ? ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇതാ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഈ പ്രതലത്തിനെയാണ് നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയാ. ഇവിടെയുള്ള ലെങ്തിനെയാണ് ലെങ്ത് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ L എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഹൈറ്റിനെയാണ് ഹൈറ്റ് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ H എന്ന് പറയുന്നത്. സോ ഒറ്റയടിക്ക് നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ആണ്. ലെങ്ത് 5 മീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. 5/3 എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 1
1.67 എന്ന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻക്ലൈൻഡ് പ്ലെയിനുമായിട്ട് ബന്ധപ്പെട്ട് അധികം പ്രശ്നങ്ങളുള്ള ചോദ്യങ്ങളൊന്നും വരാറില്ല. ഡയറക്റ്റ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാം. എങ്ങനെയാ കാണുക? നിങ്ങൾ ലെങ്ത് ബൈ ഹൈറ്റ് എടുക്കുക. ചെരിഞ്ഞു നിൽക്കുന്ന ഈ പ്രതലത്തിന്റെ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ലെങ്ത് ബൈ ഇയാളുടെ ഹൈറ്റ് എടുത്താൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടും. 1.67 ആണ്. ഓക്കെ അല്ലേ? റെഡി ആണേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. എ മെറ്റൽ റോഡ് ഓഫ് 1 മീറ്റർ ലോങ് ആക്ട്സ് ആസ് എ ഫസ്റ്റ് ഓർഡർ ലിവർ. 1 മീറ്റർ നീളമുള്ള ഒരു ലോഹദണ്ഡ് ഒന്നാം വർഗ ഉത്തോലകമായി പ്രവർത്തിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഒരറ്റത്ത് പ്രയോഗിക്കുന്നത് 150 ഗ്രാം വെയിറ്റ് യത്നവും മറ്റേ അറ്റത്ത് 350 ഗ്രാം വെയിറ്റ് ഭാരത്തെ സന്തുലിതമാക്കുന്നു. യത്നഭുജത്തിന്റെയും രോധഭുജത്തിന്റെയും നീളം കാണാൻ വളരെ സിമ്പിൾ ആണ്, എളുപ്പമുള്ള ചോദ്യമാണ്. എന്താ പറഞ്ഞത്? 1 മീറ്റർ ലെങ്ത് ഉള്ള റോഡാണ്. സോ ലെങ്ത് എന്ന് പറയുന്നത്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഒരു സംശയവുമില്ല, 1 മീറ്റർ നീളമുള്ള ലെങ്ത് ആണ്. പിന്നെയോ an effort of 150 gram weight. സോ എഫേർട്ട് കിട്ടി. എഫേർട്ട് എന്ന് പറയുന്നത് 150 ഗ്രാം വെയിറ്റ് ആണ്. ഓക്കെ, ബാലൻസസ് എ ലോഡ് ഓഫ് 350 ഗ്രാം വെയിറ്റ്. സോ ലോഡും കിട്ടി 350 ഗ്രാം വെയിറ്റ് ആണ്. എന്നിട്ട് നമ്മളോട് പറയാണ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എഫേർട്ട് ആം ആൻഡ് ലോഡ് ആം. എഫേർട്ട് ആമിന്റെയും ലോഡ് ആമിന്റെയും ലെങ്ത് കാണണം. നോക്കണേ, ലോഡ് ആം കാണണം, അതുപോലെ തന്നെ എഫേർട്ട് ആമിന്റെയും ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. സിമ്പിൾ പരിപാടിയാണ്, എളുപ്പ പരിപാടിയാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബാലൻസിങ് കണ്ടീഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ബാലൻസിങ് കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇവിടെ ബാലൻസിങ് കണ്ടീഷൻ ആണെങ്കിൽ ലോഡ് ഇൻറ്റു ലോഡ് ആം. എന്താ? ലോഡ് ഇൻറ്റു ലോഡ് ആം. ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ടിനെ ഇ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആയിരിക്കും, ഇ എ ആയിരിക്കും. സോ ഓർത്ത് വെക്കാം. എന്താ ഓർക്കേണ്ടത്? എൽ ഇൻറ്റു എൽ എ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എ ആണ്. എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആണ്. അതൊരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. ഇവിടെ ഓർത്തിരിക്കുക, ബാലൻസിങ് കണ്ടീഷൻ ആണെങ്കിൽ ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആയിരിക്കും. ഇനി ആരാണ് ലോഡ്, ആരാണ് എഫേർട്ട്? ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് എഫേർട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഇയാൾക്ക് തിരിച്ച്, അതായത് ഈ ഒബ്ജക്റ്റിന് ലോഡ്, അതായത് നമ്മൾ ആരെയാണോ ലിഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ പുഷ് ചെയ്യുന്നത് അയാളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ലോഡ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് പറയാം, ഇവിടെ ലോഡിൽ നിന്നും ഫൾക്രത്തിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുന്നുണ്ടോ? യെസ്, ഇതാണ് ഫൾക്രം. ലോഡിൽ നിന്നും ഫൾക്രത്തിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോഡാം എന്ന് വിളിക്കുക. സോ ഓർത്ത് വെക്കാം, ഇവിടെ ലോഡാം ഏതാണ്? ഇതാണ് ലോഡാം. ഓക്കെ, ദിസ് ഈസ് അവർ ലോഡ് ആം. ഇനി എഫേർട്ടിൽ നിന്നും ഫൾക്രത്തിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതിനെ എഫേർട്ട് ആം എന്ന് പേരിട്ട് വിളിച്ചു. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്താ? ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആണ്. സിമ്പിൾ പരിപാടിയല്ലേ, എളുപ്പ പരിപാടിയല്ലേ? സോ ഞാനിവിടെ കൺസിഡർ ചെയ്യാണ്, ഇവിടെ എഫേർട്ട് ആമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണ് എന്ന് എടുക്കുന്നു. എന്താ എടുക്കുന്നത്? ഇവിടെ എഫേർട്ട് ആം എന്ന് പറയുന്നത് എക്സ് ആണെന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലോഡാം എത്രയായിരിക്കും? നോക്കണേ, ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്ന് പറഞ്ഞു, ഇയാള് എക്സ് ആണ് എന്നും പറയുന്നു. സോ ഈ ബാക്കിയുള്ള നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1ൽ നിന്നും എക്സ് കുറക്കുക, 1 - എക്സ് ആയിരിക്കും. സോ നമുക്ക് പറയാം, ദ എഫേർട്ട് ആം എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ലോഡ് ആം എന്ന് പറയുന്നത് 1 - എക്സ് ആയിരിക്കും. സിമ്പിൾ പരിപാടിയാണ്, എളുപ്പ പരിപാടിയാണ്. എന്താ പറഞ്ഞത്? ഇവിടെ ടോട്ടൽ ലെങ്ത് നമുക്കറിയാം. ടോട്ടൽ ലെങ്ത്, ഈ എടുത്തിരിക്കുന്ന ഈ റോഡിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ, ടോട്ടൽ ലെങ്ത് 1 മീറ്റർ. കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? എഫേർട്ട് ആമും ലോഡ് ആമും കാണണം. അതിനുവേണ്ടി ഞാൻ കൺസിഡർ ചെയ്യാണ്, if എഫേർട്ട് ആം ഈസ് ഈക്വൽ ടു എക്സ്. എഫേർട്ട് ആം എക്സ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ലോഡ് ആം എത്രയായിരിക്കും? ലോഡ് ആം എന്ന് പറയുന്നത് 1 - എക്സ് ആയിരിക്കും. ലോഡ് ആം 1 - എക്സ്. ഇത് രണ്ടുകൂടെ ഒന്ന് കൂട്ടി നോക്കി. എഫേർട്ട് ആമും എക്സ് ആണ്, ലോഡ് ആം 1 - എക്സ്. എക്സ് പ്ലസ് 1 - എക്സ് എത്രയാ കിട്ടുക? എക്സ് പ്ലസ് 1 - എക്സ്. എക്സ് പ്ലസ് 1 - എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 - എക്സ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ നമ്മളോട് പറഞ്ഞു ഇവിടെയുള്ള ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1 ആണ്. കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ടോട്ടൽ ലെങ്ത് 1 മീറ്റർ ആണ്. എഫേർട്ട് എന്ന് പറയുന്നത് 150 ഗ്രാം വെയിറ്റ് ആണ്. സോ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഇവിടെ എഴുതുകയാണേ. ടോട്ടൽ ലെങ്ത് 1 മീറ്റർ ആണ്, എഫേർട്ട് 150 ഗ്രാം വെയിറ്റ് ആണ്, ലോഡ് എന്ന് പറയുന്നത് 350 ഗ്രാം വെയിറ്റ് ആണ്. ലോഡാമും എഫേർട്ട് ആമും കാണണം. ഇവിടെ എഫേർട്ട് ആം എക്സ് ആക്കി എടുത്തു, ലോഡാം 1 - എക്സ് ആക്കി എടുത്തു. രണ്ടുപേരും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ
1 മീറ്റർ കിട്ടത്തക്ക രീതിയിൽ എക്സും 1 മൈനസ് എക്സ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, നിങ്ങൾ ഭയപ്പെടരുത്. ലോഡ് എത്രയാ? ലോഡ് തന്നു 350 ഗ്രാം വെയിറ്റ്. സോ 350 ഗ്രാം വെയിറ്റ് ആണ്. ലോഡാമോ നമ്മൾ എന്താ എടുത്തത്? ലോഡാമ് 1 മൈനസ് എക്സ് ആക്കി എടുത്തു. സോ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എഫേർട്ട് എത്രയാ കുട്ടികളെ? എഫേർട്ട് എടുത്തത് 150 ഗ്രാം വെയിറ്റ് എന്നാണ്. സോ എഫേർട്ട് 150 ഇൻറ്റു എഫേർട്ട് ആമോ നമ്മൾ എക്സ് ആക്കി എടുത്തു ഇൻറ്റു എക്സ്. ഇനി 350 ഇൻറ്റു 1 മൈനസ് എക്സ്, നമ്മൾ 350 ഇൻറ്റു 1 350 ആണ്. 350 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 350 എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 എക്സ്. ഇനി നോക്കണേ, ഇവിടെ മൈനസ് 350 എക്സ് അപ്പുറത്തോട്ടേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് 350 എക്സ് ആകും. സോ നമുക്ക് എഴുതാം 350 ഈസ് ഈക്വൽ ടു 150 എക്സ്. 150 എക്സ് ഇപ്പുറത്തോട്ടേക്ക് ആര് വരും? മൈനസ് 350 പ്ലസ് 350 ആവും. സോ 150 എക്സ് പ്ലസ് 350 എക്സ് ആകും. സോ 350 ഈസ് ഈക്വൽ ടു 150 എക്സ് പ്ലസ് 350 എക്സ്. 150 എക്സ് പ്ലസ് 350 എക്സ്. 150 പ്ലസ് 300 500 ആണ്. 500 എക്സ് എന്ന് കിട്ടി. സോ 500 എക്സ് എന്ന് കിട്ടി. ഇനി ഇവിടെ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് എത്രയാ? 500 എക്സ് എന്ന് പറയുന്നത് 350 ആണെന്ന് ദാ ഇവിടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എക്സ് ഈസ് ഈക്വൽ ടു 350 ഡിവൈഡഡ് ബൈ 500 ആണ്. 350 ഡിവൈഡഡ് ബൈ 500. 350 ഡിവൈഡഡ് ബൈ 500 എത്രയാ? ദാ ഇയാളും ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 35 ഡിവൈഡഡ് ബൈ 50. രണ്ടുപേരെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. 7 ഡിവൈഡഡ് ബൈ 10. 7 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 0.7 ആണ്. എത്രയാ? 0.7. സോ നമുക്ക് കിട്ടി എക്സ് എന്ന് പറയുന്നത് 0.7 മീറ്റർ ആണ്. 0.7 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ? ആലോചിച്ച് നോക്കുക. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 0.7 ഇൻറ്റു 100, 0.7 ഇൻറ്റു 100 സെന്റിമീറ്റർ ഉണ്ടാകും. അതായത് 70 സെന്റിമീറ്റർ ഉണ്ടാകും. സോ എക്സ് എന്ന് പറയുന്നത് 70 സെന്റിമീറ്റർ. സോ എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത് ആരെയാ? എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത് എഫേർട്ട് ആമിനെയാണ്. സോ എഫേർട്ട് ആം കിട്ടി 70 സെന്റിമീറ്റർ ആണ്. സോ നോട്ട് ചെയ്തു. എഫേർട്ട് ആം ഈസ് ഈക്വൽ ടു 70 സെന്റിമീറ്റർ. നോക്കണേ, എഫേർട്ട് ആം 70 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. എഫേർട്ട് ആം മാറ്റി എഴുതണോ? മാറ്റി എഴുതാം. നോക്കണേ, എക്സ് നമുക്ക് കിട്ടി. എക്സ് എത്രയാണ്? ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 70 സെന്റിമീറ്റർ എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത് എഫേർട്ട് ആം ആണ്, അല്ലെങ്കിൽ ഇ എ ആണ്. ഇ എ എന്ന് പറയുന്നത് 70 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ലോഡാം കണ്ടുപിടിച്ചൂടെ? ലോഡാം എന്താ? ലോഡാം എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് ആണ്. 1 മൈനസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയത് എന്താ? 70 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.7 മീറ്റർ ആണ് എന്നാണ് കിട്ടിയത്. അപ്പൊ നോക്കണേ, ലോഡാം 1 മൈനസ് 0.7. 1 മൈനസ് 0.7 എന്ന് പറഞ്ഞാൽ 0.3 മീറ്റർ എന്ന് കിട്ടി. 0.3 മീറ്റർ എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ. നോക്കണേ, 1 മീറ്റർ എന്നാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് എടുത്തത്. 1 മീറ്റർ എന്ന് പറയുന്ന ആളില് ഇവിടെ എഫേർട്ട് ആം എന്ന് പറയുന്നത് 0.7 മീറ്ററും ലോഡാം എന്ന് പറയുന്നത് 0.3 മീറ്ററുമാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 100 സെന്റിമീറ്റർ. സോ 0.7 മീറ്റർ എന്ന് പറഞ്ഞാലോ? 0.7 മീറ്റർ എന്ന് പറഞ്ഞാൽ 70 സെന്റിമീറ്റർ. ഇവിടെ ലോഡാം എന്ന് പറഞ്ഞാൽ 0.3 മീറ്റർ എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ. സോ ഈ 70 സെന്റിമീറ്ററും 30 സെന്റിമീറ്ററും കൂടെ കൂട്ടിയാൽ 100 സെന്റിമീറ്റർ കിട്ടും. അങ്ങനെ ആലോചിച്ച് നോക്കാം. ക്ലിയർ അല്ലേ? സോ ഇവിടെ നമുക്ക് എഫേർട്ട് ആമിന്റെ വാല്യൂ കിട്ടി. ഓർത്തു വെക്കാം, എഫേർട്ട് ആം ഈസ് ഈക്വൽ ടു 70 സെന്റിമീറ്റർ ആണ്. ലോഡ് ആം ഈസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എന്താ ചോദ്യം ചോദിച്ചത്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എഫേർട്ട് ആം ആൻഡ് ലോഡ് ആം. കണ്ടുപിടിച്ചു. ആൻസർ കിട്ടി. നമുക്ക് കിട്ടി യത്നഭുജത്തിന്റെയും രോധഭുജത്തിന്റെയും നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. എളുപ്പ പരിപാടിയാണ്. സോ ബാലൻസിങ് കണ്ടീഷന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കാം. ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. അടുത്ത ചോദ്യം നോക്കണം. 1200 കിലോഗ്രാം വെയിറ്റ് ലോഡ് ഈസ് ലിഫ്റ്റഡ് ടു ദ ടോപ്പ് ഓഫ് എ 3 മീറ്റർ ഹൈ ബിൽഡിംഗ് യൂസിങ് എ 9 മീറ്റർ ലോങ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. സോ 1200 കിലോഗ്രാം വെയിറ്റ് ആണ് ലോഡ് എന്ന് മനസ്സിലായി. വളരെ സിമ്പിൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ കാര്യം കിട്ടി. ലോഡ് കിട്ടി. ലോഡ് എത്രയാ കുട്ടികളെ? ലോഡ് എന്ന് പറയുന്നത് L ആണ്. L is equal to 1200 കിലോഗ്രാം വെയിറ്റ് ആണ്. is lifted to the
ടോപ്പ് ഓഫ് എ 3 meter ഹൈ ബിൽഡിംഗ്. സോ ഹൈറ്റ് കിട്ടി, ഹൈറ്റ് h എന്ന് പറയുന്നത് 3 meter ആണ്. യൂസിങ് എ 9 meter ലോങ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ചരിഞ്ഞ പ്രതലത്തിന്റെ ലെങ്ത് കിട്ടി, ലെങ്ത് എത്രയാണ്? 9 meter ആണ്, 9 meter ആണ്. നമ്മളോട് ചോദിക്കുകയാണ് ഹൗ മച്ച് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദിസ് ലോങ് അലോങ് എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ നമ്മൾ പറഞ്ഞു, ആ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ലെങ്ത് 9 meter ആണ്. ആ ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഈ 1200 കിലോഗ്രാം വെയിറ്റ് ഉള്ള ലോഡിനെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ എത്ര ഫോഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതാ കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു, തന്നിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അടുത്ത പേജിലേക്ക് എടുക്കുകയാണ്. ഓക്കെ. സോ ലോഡ് 1200 കിലോഗ്രാം വെയിറ്റ് ആണ്, ഹൈറ്റ് 3 meter, ലെങ്ത് 9 meter. ഒറ്റയടിക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാം. ഒറ്റയടിക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടേ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലെങ്ത് ബൈ ഹൈറ്റ് ആണ്. ലെങ്ത് 9 meter ആണ്, ഹൈറ്റ് 3 meter ആണ്. സോ 9/3 3 എന്ന് കിട്ടി. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 3. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട് ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് എഫേർട്ട് കിട്ടും. എഫേർട്ട് ഈസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. ലോഡ് എന്ന് പറയുന്നത് 1200 കിലോഗ്രാം വെയിറ്റ് ആണ്, 1200 കിലോഗ്രാം വെയിറ്റ് ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടി, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 3 ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1200 ഡിവൈഡഡ് ബൈ 3, 1200 ഡിവൈഡഡ് ബൈ 3 എടുത്തപ്പോ എഫേർട്ട് നമുക്ക് കിട്ടി 12/3 4 ആണ്. സോ 400 കിലോഗ്രാം വെയിറ്റ് ആണ് എഫേർട്ട്. അത് കണ്ടുപിടിച്ചാൽ മതിയോ? പോരാ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വെറും എഫേർട്ട് ആണോ? അല്ല, എഫേർട്ട് അല്ല. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ? ഹൗ മച്ച് ഫോഴ്സ് ഈസ് റിക്വയർഡ് എന്നാ ചോദിച്ചത്. ഫോഴ്സ് കാണണം. സോ ഫോഴ്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നോക്കണേ. ഫോഴ്സ് കാണണമെങ്കിൽ നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ആളെ ന്യൂട്ടണിലേക്ക് മാറ്റണം. ന്യൂട്ടണിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കാം. സോ 400 into ജി എടുക്കണം. ജിയുടെ വാല്യൂ എത്രയാ? ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.8 ആണ്. അപ്രോക്സിമേറ്റ്ലി ഞാനിവിടെ 10 meter/second² എന്നാക്കി എടുക്കുന്നു. എന്നിട്ട് ജിക്ക് പകരം 10 കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. എളുപ്പത്തിനാണ്. ജിക്ക് എന്ത് കൊടുക്കുകയാണ്? 10 എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക നോക്കണേ. നമുക്ക് ഫോഴ്സ് കിട്ടും. ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി ആണ്. ഇവിടെ മാസ് എന്ന് പറയുന്നത് 400 കിലോഗ്രാം വെയിറ്റ് ആണ്. 400 into 9.8 പകരം 10 എടുത്തു. ദാറ്റ് ഈസ് 4000 ന്യൂട്ടൺ ആണെന്ന് കിട്ടി. സോ ഫോഴ്സ് റിക്വയർഡ് എത്ര ഫോഴ്സ് വേണം? 4000 ന്യൂട്ടൺ ഫോഴ്സ് വേണമെന്ന് കണ്ടുപിടിച്ചു. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഫോഴ്സ് എത്രയാ? 4000 ന്യൂട്ടൺ ആണെന്ന് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, prove that there is no gain in work using the inclined plane during this process. ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഇല്ല എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. സോ അതിനുവേണ്ടി നമ്മൾ കണ്ടുപിടിക്കുകയാണ്, വർക്ക് കണ്ടുപിടിക്കുകയാണ്. രണ്ട് കേസസിലുള്ള വർക്ക് കാണുകയാണ്. വർക്ക് ഡൺ ടു മൂവ് അലോങ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിനിന് അക്രോസ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട വർക്ക്, അല്ലെങ്കിൽ ചെരിഞ്ഞ പ്രതലത്തിലൂടെ വസ്തുവിനെ നീക്കിക്കൊണ്ടുപോകാൻ ചെയ്യേണ്ട പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നു. വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ബലം ഇൻറ്റു സ്ഥാനാന്തരം. നോക്കണേ, ഇവിടെ എത്രയാ ബലം കിട്ടിയത്? ചെരിഞ്ഞ പ്രതലത്തിലൂടെ കൊണ്ടുപോകാൻ എടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് 4000 ന്യൂട്ടൺ ആണ്. സോ അവിടെ 4000 എന്ന് കൊടുത്തു. ഫോഴ്സ് എത്രയാ? 4000. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? എത്രയാണ് ആ ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ഡിസ്റ്റൻസ്? ഇൻക്ലൈൻഡ് പ്ലെയിനിന്റെ ഡിസ്റ്റൻസ് എത്രയാ? ലെങ്ത് 9 മീറ്റർ. സോ 4000 into 9, 9 into 4 36, 3 0. എത്ര വരും? 36, 3 0, 1 2 3 36,000 ജൂൾ ആണെന്ന് കിട്ടും. ഓക്കെ ആണേ. ഇനി നമ്മൾ അടുത്ത വർക്ക് കാണുകയാണ്. ഏത് വർക്കാ? വർക്ക് ഡൺ ടു ഡയറക്ട്ലി ലിഫ്റ്റ്. നേരെ പൊക്കാൻ വേണ്ടി, നേരെ മുകളിലോട്ടേക്ക് ഉയർത്താൻ വേണ്ടി എത്ര വർക്ക് ചെയ്യണം? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് എടുക്കണം. നോക്കണേ, ഫോഴ്സ് എങ്ങനെയാ കാണുക? 1200 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആളാ. സോ 1200 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആളുടെ ഫോഴ്സ് കാണണം. 1200 കിലോഗ്രാം വെയിറ്റ് ഇൻറ്റു 10. 1200 കിലോഗ്രാം വെയിറ്റ് ഇൻറ്റു 10 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. ഓക്കെ അല്ലേ? ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്രയാ കുട്ടികളെ? ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. സോ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 3.
സോ 1200 ഇൻറ്റു 10 ഇൻറ്റു 3 1200 ഇൻറ്റു 30. ഇനി ഇവിടെ നോക്കണേ 12 ഇൻറ്റു 3 36 സോ 36 3 0 അതും കിട്ടി 36,000 ജൂൾ ആണ്. സോ നമ്മൾ രണ്ട് കേസസിൽ ഒന്നാമത്തെ കേസിൽ നോക്കണേ, ഒന്നാമത്തെ കേസിൽ നമ്മൾ എങ്ങനെയാ കൊണ്ടുപോയത്? ഒന്നാമത്തെ കേസിൽ നമ്മൾ കണ്ടു 1200 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആളെ നമ്മൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെയാണ് കൊണ്ടുപോയത്. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, നേരെ മുകളിലോട്ടേക്ക് ലിഫ്റ്റ് ചെയ്യാണ്. സോ ഇവിടെയുള്ള വർക്കും കണ്ടുപിടിച്ചു, ഇവിടെയുള്ള വർക്കും കണ്ടുപിടിച്ചു. സോ ഇവിടെയുള്ള വർക്ക്, മുകളിലുള്ള വർക്ക് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള ലെങ്ത് എടുത്തു. ഇനി ഇവിടെയുള്ള വർക്ക് കാണാൻ വേണ്ടി ഡിസ്പ്ലേസ്മെന്റ് ഹൈറ്റ് എച്ച് എടുത്തു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ കാര്യം കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കി വെക്കുക. എനർജി എന്ന് പറയുന്നത് സെയിം ആണ്, വർക്ക് എന്ന് പറയുന്നത് സെയിം ആണ്. സോ വർക്ക് സെയിം ആയതുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്തു നമ്മൾ എന്താ? there is no gain in work using inclined plane. ഈ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ചരിവ് തലം ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രവൃത്തിയിൽ ലാഭം ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ തെളിയിച്ചെടുത്തു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? റെഡി ആണ്? ഓക്കെ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അവസാനത്തെ ചോദ്യം നോക്കണേ. സ്ക്രൂ ജാക്സ് ആർ യൂസ് ടു ലിഫ്റ്റ് ഒബ്ജക്ട്സ് ഈസിലി. 30 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ത്രെഡഡ് റീജിയൻ. 30 സെന്റിമീറ്റർ ലെങ്ത് ആണ് ത്രെഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ സ്ക്രൂവ് 30 സെന്റിമീറ്റർ നീളത്തിലുണ്ട്. 30 സെന്റിമീറ്റർ നീളത്തിൽ സ്ക്രൂ ഉണ്ട്. സോ നമുക്ക് പറയാം ഇവിടെ ത്രെഡഡ് റീജിയന്റെ സ്ക്രൂവിന്റെ ലെങ്ത് എത്രയാ? സ്ക്രൂവിന്റെ ലെങ്ത്, അതായത് ലെങ്ത് ഓഫ് ത്രെഡഡ് റീജിയൻ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. എത്ര സെന്റിമീറ്റർ? 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? റെഡി ആണേ? വേറെന്താ തന്നിട്ടുള്ളത്? വേറെന്താ തന്നോ? യെസ്, ലെങ്ത് ഓഫ് ഈച്ച് ത്രെഡ് ഈസ് 10 സെന്റിമീറ്റർ. ഓരോ ത്രെഡിന്റെയും ലെങ്ത് തന്നു 10 സെന്റിമീറ്റർ ആണ്. ഓരോ ത്രെഡിന്റെയും നീളം 10 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നു the length of threaded region of screw contains 15 screw threads. So 15 സ്ക്രൂ ത്രെഡുകൾ അവിടെയുണ്ട്. സോ നമ്പർ ഓഫ് സ്ക്രൂ ത്രെഡ്സ് തന്നു. നമ്പർ ഓഫ് ത്രെഡ്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ത്രെഡ്സ് തന്നിട്ടുണ്ട്, അത് 15 ആണ്. എത്രയാ? 15 ആണ്. സോ അതും നമ്മൾ കൊടുത്തു വെച്ചു. ഇനി നോക്കാം എന്താ പിച്ച് എന്ന് പറഞ്ഞാൽ. പിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് അടുത്തടുത്തുള്ള ത്രെഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്, രണ്ട് അടുത്തടുത്തുള്ള പിരികൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ഇനി പിച്ച് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ത്രെഡഡ് റീജിയന്റെ ലെങ്ത് എടുക്കുക, എന്നിട്ട് ത്രെഡുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ ലെങ്ത് എടുക്കുക, ത്രെഡിന്റെ ടോട്ടൽ ലെങ്ത് എടുക്കുക. ത്രെഡിന്റെ ടോട്ടൽ ലെങ്ത് എടുത്തിട്ട് നമ്പർ ഓഫ് ത്രെഡ്സ്, ടോട്ടൽ ത്രെഡുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിച്ച് കിട്ടും. സോ അങ്ങനെ നമുക്ക് പിച്ച് കണ്ടുപിടിക്കാം. പിച്ച് കണ്ടുപിടിച്ചൂടെ? യെസ്. പിച്ച് എങ്ങനെയാ കാണാം? പിച്ച് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ത്രെഡഡ് റീജിയൻ. ലെങ്ത് ഓഫ് ത്രെഡഡ് റീജിയൻ എത്ര കിട്ടി? ലെങ്ത് ഓഫ് ത്രെഡഡ് റീജിയൻ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ. 30 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ത്രെഡഡ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എടുത്തു 30 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ത്രെഡ്സ്. എത്ര ത്രെഡുകൾ ഉണ്ട്? ത്രെഡുകളുടെ എണ്ണം എത്രയാ? ത്രെഡുകളുടെ എണ്ണം 15 ആണ്. സോ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ 15. 30 ബൈ 15 എന്ന് പറയുന്നത് 2 ആണ്. സോ പിച്ച് കിട്ടി. പിച്ച് എത്രയാ? ഈ പിച്ച് എന്ന് പറയുന്നത് 2 ആണ്. 2. ഓക്കെ അല്ലേ? ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എളുപ്പത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കണം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാ കാണാ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ത്രെഡിന്റെ നീളം ബൈ പിച്ച് ആണ്. ലെങ്ത് ഓഫ് വൺ ത്രെഡ് ബൈ പിച്ച് ആണ്. ഒരു ത്രെഡിന്റെ നീളം തന്നിട്ടുണ്ടോ? യെസ്, തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ഈച്ച് ത്രെഡ്, ഓരോ ത്രെഡിന്റെ നീളം 10 സെന്റിമീറ്റർ. ഒരു ത്രെഡിന്റെ നീളം 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ പിച്ച്. പിച്ച് എത്ര കിട്ടി? പിച്ച് നമുക്ക് കിട്ടി 2 സെന്റിമീറ്റർ. സോ പിച്ച് 2 സെന്റിമീറ്റർ. 10/2 5 ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് കിട്ടി. സോ ഈ ചാപ്റ്ററിനകത്തുള്ള കോൺസെപ്റ്റുകളെ ഒക്കെ അപ്രോച്ച് ചെയ്യേണ്ടത് നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലംസ് സോൾവ് ചെയ്തെടുക്കാം. സോ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വൺ ആൻഡ് ആൾ.